കോൺഗ്രസ് പതാക പുതച്ച് ലാഫിംഗ് വില്ലയിൽ സലീംകുമാറിന് വിട. കേരളത്തിന്റെ പ്രിയ താരത്തിന് വിട നൽകി കേരളക്കര. മരിക്കുമ്പോൾ മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കി സംസ്കരിക്കണമെന്ന് സലീംകുമാർ മുമ്പ് കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നു. വീട്ടുവളപ്പിൽ സംസ്കരിക്കണമെന്നും പറഞ്ഞിരുന്നു. ഇതനുസരിച്ചാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, KC വേണുഗോപാൽ, കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി, MLA ആയ രമേശ് പിഷാരടി, സംവിധായകൻ കമൽ, നടൻ ജയറാം, നടി നവ്യ നായർ തുടങ്ങി നിരവധി പേർ ടൗൺ ഹാളിലെത്തി. 3:30 വീട്ടുവളപ്പിലാണ് സലീംകുമാറിന്റെ ഭൗതിക ശരീരം സംസ്കരിച്ചത്. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. സംസ്ഥാനത്ത് ഷിഗല്ല ജാഗ്രത. 126 പേർക്ക് രോഗബാധ. മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 126 ഉയർന്നതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ 3 കുട്ടികൾക്ക് രോഗബാധ റിപ്പോർട്ട് ചെയ്തതിൽ 2 പേരെ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതായും മന്ത്രി വ്യക്തമാക്കി. ബത്തേരിയിൽ റിപ്പോർട്ട് ചെയ്ത സംശയാസ്പദ കേസുകളിൽ പ്രാഥമിക പരിശോധനയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടില്ല. കൂടുതൽ പരിശോധനകൾ നടത്താൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. രോഗവ്യാപന സാധ്യത കണക്കിലെടുത്ത ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് കർശന നിർദ്ദേശങ്ങൾ നൽകിയതായി മന്ത്രി പറഞ്ഞു. ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ശുദ്ധീകരിച്ച കുടിവെള്ളം മാത്രമേ വിതരണം ചെയ്യാവൂ. ഫുഡ് സേഫ്റ്റി വകുപ്പ് പരിശോധനകൾ കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പാലക്കാട് KSRTC ഡിപ്പോയിൽ ബസ് മോഷണം. ഇന്ന് പുലർച്ചെ 2:50 മോഷണം നടന്നത്. വിവരമറിഞ്ഞ ജീവനക്കാർ പാലക്കാട് നഗരത്തിൽ തെരച്ചിൽ നടത്തുകയും പുലർച്ചെ 5:30 ബസ് കണ്ടെത്തുകയും ചെയ്തു. ഡിപ്പോയിൽ നിന്നും 1 കിലോമീറ്റർ അപ്പുറത്തുള്ള മംഗളം ടവറിന് സമീപത്തായി ബസ് നിർത്തിയിട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. KSRTC ഓർഡിനറി ബസ്സാണ് മോഷണം പോയത്. നിലവിൽ പാലക്കാട് KSRTC ഡിപ്പോ മുതൽ മംഗളം ടവർ വരെയുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. നരുവാമൂട് കൊലപാതകത്തിൽ 3 പേർ അറസ്റ്റിൽ. വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ യുവാവ് കണ്ണാടിച്ചില്ലുകൾ തറച്ച് കൊല്ലപ്പെട്ട സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. തിരുവനന്തപുരം നരുവാമൂട് വസ്ത്രശാലയുടെ ചില്ലിലേക്ക് പ്രതികൾ പിടിച്ചു തള്ളിയപ്പോഴാണ് ശിവസൂര്യ എന്ന യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചത്. ചോര വാർന്നൊഴുകുന്ന നിലയിൽ യുവാവിനെ ബൈക്കിലെത്തി പ്രതികളാണ് ആശുപത്രിയിൽ എത്തിച്ചത്. കഴിഞ്ഞ വർഷം ടർഫിലുണ്ടായ ഒരു വാക്കുതർക്കത്തെ ചൊല്ലിയുണ്ടായ വാക്കുതർക്കമാണ് 18 വയസ്സുകാരനായ ശിവസൂര്യയുടെ ജീവനെടുത്തത്. പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ജീവനക്കാർക്ക് നേരെ മദ്യപന്റെ ആക്രമണമെന്ന് പരാതി. പൊന്നാനി സ്വദേശി സിദ്ദീഖാണ് ആശുപത്രിയിലേക്ക് അതിക്രമിച്ചു കയറുകയും ജീവനക്കാരെ അസഭ്യം പറയുകയും ചെയ്തത്. മുമ്പും പലതവണ ഇയാൾ ആശുപത്രിയിൽ അതിക്രമിച്ചു കയറുകയും ജീവനക്കാർക്ക് നേരെ കത്തിവീശുകയും അസഭ്യം പറയുകയും ചെയ്തിരുന്നു. തുടർന്ന് ആശുപത്രി ജീവനക്കാർ നൽകിയ പരാതിയിൽ പൊന്നാനി പോലീസ് ഇയാളെ പിടികൂടി മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. തിരിച്ചെത്തിയ ഇയാൾ വീണ്ടും ആശുപത്രിയിലെത്തി ഭീഷണി തുടരുകയാണെന്ന് ജീവനക്കാർ വീണ്ടും പരാതിപ്പെടുന്നു. ജോലി ചെയ്യുന്നതിനിടെ സമാധാനാന്തരീക്ഷം തകർക്കുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്യുന്ന ഇയാൾ തിരിച്ചെത്തിയതോടെ വീണ്ടും ദുരിതത്തിലായിരിക്കുകയാണ് ആശുപത്രി ജീവനക്കാർ.